ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയും കമ്പനി ഉടമയുമായ KD പ്രതാപൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. ഹൈറിച്ച് ഓഫീസിലെ റെയ്ഡിന് തൊട്ടുമുൻപ് പ്രതികളായ KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോയിരുന്നു. ആളുകളിൽ നിന്ന് തട്ടിയെടുത്ത പണം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയതിലടക്കം വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ഹൈറിച്ച് ഓഫീസുകളിലെ റെയ്ഡിന് തൊട്ടുമുൻപ് ഒളിവിൽ പോയ പ്രതികൾക്കായി ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചിരുന്നത്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്ന കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് KD പ്രതാപൻ EDക്ക് മുന്നിൽ ഹാജരായത്. രാവിലെ 11:30 കൊച്ചി ഓഫീസിൽ ഹാജരായ പ്രതാപനെ ED ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഭാര്യ ശ്രീന ഹാജരാകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആളുകളിൽ നിന്ന് നിക്ഷേപമായി 3140 കോടിയാണ് പ്രതികൾ സ്വീകരിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. 1180 കോടിയാണ് പ്രതികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ തട്ടിയെടുത്തത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴിയും 850 കോടി സമാഹരിച്ചു. കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെ 19 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്കും ED കടന്നത്. തട്ടിയെടുത്ത പണം പ്രതികൾ ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. മീഡിയ 1 കൊച്ചി.